വഹിച്ച് മദർ തെരേസ കണ്ണൂർ സന്ദർശിച്ചപ്പോഴാണ് എന്ന് മാധ്യമങ്ങൾ എഴുതുകയുണ്ടായി. അപ്പോൾ ശക്തി പ്രകടനങ്ങളും സ്നേഹപ്രകടനങ്ങളുമുണ്ട്. ശക്തി പ്രകടനങ്ങളില് ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ പലപ്പോഴും പങ്കെടുക്കാറുള്ളൂ. എന്നാൽ സ്നേഹപ്രകടനങ്ങൾ അത് എല്ലാ ജനങ്ങളുടെയും ആഘോഷമാണ്. ഇത്തരത്തില് ജെറുസലേം നിവാസികളുടെ സ്നേഹപ്രകടനത്തിന്റെ വലിയ ഒരു ആവേശമാണ് ഓസാന ഞായർ എന്ന് പറയുന്നത്. അത്തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഓസാന ഞായർ എന്ന് പറയുന്നത് ജെറുസലേം നിവാസികൾക്ക് ോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ വലിയ ഒരു ഓർമ്മയാണ്. ജെറുസലേം നിവാസികൾക്ക് യേശുവിനോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ വലിയ ഒരു ഓർമ്മയും അനുസ്മരണവുമാണ് ഈ ഓസാന ഞായറാഴ്ച കുരുത്തോലകൾ കയ്യിലെന്തിക്കൊണ്ട് ഈ ദേവാലയത്തിന്റെ തിരുനടകളെ നാം ചവിട്ടി കയറിയപ്പോൾ നമുക്ക് അനുസ്മരിക്കുകയും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തത് എന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ഓസാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഓസാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. അടിമത്തത്തിലും അന്ധകാരത്തിലും കിടന്നിരുന്ന ജെറുസലേം ജനത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രകടനങ്ങളുടെ ഒരു ധ്വനിയായിട്ട് അത് പുറത്തേക്ക് പ്രകടിച്ചപ്പോൾ അത് ഓസാന എന്ന വലിയ ഒരു ജൈവിളിയുടെ നാമത്തില് പുറത്തു വന്നു. അപ്പോൾ ഓസാന എന്ന വാക്കിന്റെ അർത്ഥം ഇത്തരത്തില് വലിയ പ്രസക്തമുണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സുവിശേഷത്തിലൂടെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞ ജനങ്ങളുടെ എല്ലാം ജീവിതത്തിലേക്ക് യേശുനാഥൻ രക്ഷകനായിട്ട് കടന്നു വന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. ബെത്സയിദ കുളക്കരയിൽ കിടന്നുകൊണ്ട് യേശുവിനെ നോക്കിയിട്ട് ഒരു അന്ധനായ വ്യക്തി വിളിച്ചു പറഞ്ഞു, യേശുവേ ദാവീദിന്റെ പുത്ര, പാപിയായ എന്നിൽ കനിയണമേ, എന്നെ രക്ഷിക്കണമേ എന്ന്. അവന്റെ ജീവിതത്തിലേക്ക് യേശു രക്ഷകനായിട്ട്, അവന്റെ ജീവിതത്തിലേക്ക് യേശു വിമോചകനായിട്ട് കടന്നു വന്നു. വീണ്ടും ജൈറോസിന്റെ മകളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സേവകന്മാര് ക്രിസ്തുവിന്റെ അടുക്കൽ നിലവിളിച്ചപ്പോൾ അവൻ അവളുടെ രക്ഷകനായിട്ട് കടന്നു വരികയാണ് ചെയ്തത്. അപ്പോൾ യേശുവെ രക്ഷിക്കണമേ എന്നുള്ള നിലവിളിക്കുള്ള വലിയൊരു പ്രത്യുത്തരം നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നിന്ന് വലിയ ആത്മാർത്ഥതയോടും വലിയ വിശ്വാസത്തോടും കൂടിയൊക്കെ വിളിമുഴക്കി കഴിയുമ്പോൾ ജീവിതത്തിന് കർത്താവിന്റെ വലിയ കൃപയും അനുഗ്രഹവും ഉണ്ടാകുമെന്നുള്ളതിന് വലിയ ഒരു തെളിവ് കൂടിയാണ് ഈ ഓസാന ഞായർ നമ്മുടെ മുൻപിൽ നിരത്തുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഓസാന നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് കർത്താവിന് രക്ഷ കണ്ടെത്തുവാനായിട്ടുള്ള വലിയ ഒരു വിളിയാണ് ഇതെന്നുള്ളതാണ്. കർത്താവിന് രക്ഷ കണ്ടെത്തുവാനായിട്ടുള്ള വലിയ ഒരു വിളിയാണ്, വലിയ ഒരു ആഹ്വാനമാണ് ഈ ഓസാന എന്ന് പറയുന്നത്. വീണ്ടും കഴുതയെ കൊണ്ടുവരുവാനായിട്ട് യേശുനാഥൻ പറഞ്ഞയക്കുമ്പോൾ ഇത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണം എന്നാണ് പറഞ്ഞത്. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ജീവികളില് ഏറ്റവും നികൃഷ്ടമായ ഒരു ജീവിയാണ്. പക്ഷെ കർത്താവിന് അതിനെ കൊണ്ടും ആവശ്യമുണ്ടായി. നമുക്കൊന്നും അറിഞ്ഞുകൂടാ ദൈവം എത്തരത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കർത്താവിന് ആവശ്യമുള്ള ഉപകരണങ്ങളാക്കി മാറ്റുന്നത് എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ഇന്ന് കഴുത ജന്മങ്ങളുടെ എണ്ണം സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് വേണ്ടാത്ത മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മക്കള്, സമൂഹത്തിന് വേണ്ടാത്ത യുവജനങ്ങള്, ഇങ്ങനെ സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ കഴുത ജന്മങ്ങൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. കഴുത ജന്മങ്ങളായിട്ട് മാറുന്ന ജീവിതങ്ങൾ ഈ സമൂഹത്തില് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ട് എങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ ഉപകരണങ്ങളാക്കിയിട്ട് എന്നെ മാറ്റണമേ എന്ന്. കഴുത ജന്മങ്ങളായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ
എങ്ങനെയാണ് അവർക്ക് വിലയുള്ള ജന്മങ്ങളായിട്ട് മാറുവാനായിട്ട് സാധിക്കുന്നത്? കഴുത ജന്മങ്ങൾക്ക് വിലയുള്ള ജന്മങ്ങളായിട്ട് മാറണമെങ്കിൽ അവ കർത്താവിനെ വഹിക്കുന്നവരായിട്ട് മാറണം. പ്രിയമുള്ളവരെ, സമൂഹത്തിൽ എനിക്ക് വിലയില്ല എങ്കിൽ, സമൂഹത്തില് ഞാനും നിങ്ങളുമൊക്കെ തിരസ്കൃതരാണ് എങ്കിൽ, ഞാനും നിങ്ങളുമൊക്കെ കർത്താവിനെ വഹിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങള് വിലയുള്ള ജീവിതങ്ങളായിട്ട് മാറുമെന്നുള്ളതാണ് ഈ ഹോസാന ഞായർ നമ്മെ അനുസ്മരിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്. കർത്താവിനെ വഹിക്കുന്നവരായിട്ട് ഞാനും നിങ്ങളുമൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങള് വിലയുള്ള ജീവിതങ്ങളായിട്ട് മാറും. ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് കയറി കഴിഞ്ഞപ്പോൾ ഈ കഴുതയ്ക്ക് എത്രയേറെ വില വന്നു എന്ന്. അതേ പ്രിയമുള്ളവരെ, കർത്താവ് കയറിക്കഴിഞ്ഞപ്പോൾ ആ കഴുത എത്രയോ വിശുദ്ധിയുള്ള ഒരു കഴുതയായിട്ട് മാറിയിട്ടുണ്ടാകണം. കർത്താവ് കയറിക്കഴിഞ്ഞപ്പോൾ ആ കഴുത എത്രയോ വിലയുള്ള ഒരു കഴുതയായിട്ട് മാറിയിട്ടുണ്ടാകണം. അപ്പോൾ കഴുത ജന്മങ്ങളായിട്ട് ഞാനും നിങ്ങളും മക്കളുടെ നമ്മുടെ സമൂഹത്തില് തിരസ്കരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് എങ്കിൽ ഓർത്തുകൊള്ളുക, ഞാനും നിങ്ങളുമൊക്കെ കർത്താവിനെ തിരസ്കരിക്കുന്ന ജീവിതങ്ങളായിട്ട് എന്നോ പരിണമിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം ഈ ഹോസാന ഞായർ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. വിധങ്ങള് കർത്താവിന്റെ സന്നിധിയിൽ മൂല്യമുള്ള വിലയുള്ള ജീവിതങ്ങളാണ് എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മലമ്പ്രദേശത്തുള്ള ഒരു പള്ളിയിൽ ഹോസാന ഞായറാഴ്ച ആഘോഷം നടക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും ഒരു ശമ്മാസൻ ഇവിടെ കാറ്റഗിസം എടുക്കുവാനായിട്ടും പള്ളിയിൽ സഹായിക്കുവാനായിട്ടും ഒക്കെ പോകാറുണ്ട്. വയസ്സായ ഒരച്ഛനായതുകൊണ്ട് ഹോസാന ഞായറാഴ്ചത്തെ അല്ലെങ്കിൽ വിശുദ്ധ വാരത്തെ കർമ്മങ്ങൾക്കൊന്നും അത്ര ഒരു, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സ്മാർട്ട്നെസ്, ഒരു ഉഷാറൊന്നുമില്ല. അപ്പോൾ ഈ സിംഹാസൻ വികാരിയച്ഛനോട് പറഞ്ഞു, അച്ഛാ, നമുക്ക് ഇപ്രാവശ്യത്തെ ഹോസാന ഞായറും അതുപോലെ വിശുദ്ധ വാരവും വളരെ മനോഹരമായിട്ട് കുറച്ചുകൂടി ഒരു സ്മാർട്ടായിട്ടൊന്ന് ആഘോഷിക്കണമെന്ന്. വികാരിയച്ഛൻ പറഞ്ഞു, ബ്രദർ അതിനുവേണ്ട തീരുമാനങ്ങളും അതിനുവേണ്ട കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊള്ളാനായിട്ട്. അപ്പോൾ ഹോസാന ഞായറാഴ്ച ബ്രദറും അതുപോലെ തന്നെ അവിടെയുള്ള യുവജനങ്ങളും കൂടിയിട്ട് ആഘോഷമായിട്ടൊരു ഹോസാന ഞായർ നടത്തുവാൻ തീരുമാനിച്ചു. അങ്ങാടിയിൽ നിന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണമായിട്ടാണ് ഹോസാന ഞായറാഴ്ചത്തെ പ്രോഗ്രാം ആഘോഷം തുടങ്ങുന്നത്. അന്ന് ഇവർ തീരുമാനിച്ചൊരു വെറൈറ്റി ആയിട്ട് ഒരു കഴുതയെയും കൂടി സംഘടിപ്പിക്കാമെന്ന്. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് നിന്ന് പുള്ളിയുടെ കഴുതയെ വാങ്ങി. വീണ്ടും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഷമ്മാസൻ ഈശോയായിട്ട് അഭിനയിച്ചു. അദ്ദേഹം കഴുതയുടെ പുറത്ത് കയറിയിട്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ്. അങ്ങാടിയിൽ നിന്നൊക്കെ വളരെ മനോഹരമായിട്ട് പ്രദക്ഷിണം മുൻപോട്ട് പോയി. വികാരിയച്ഛനും അതുപോലെ തന്നെ ഇടവകക്കാർക്കൊക്കെ വളരെ സന്തോഷമായി. അവര് കുരുത്തോലകൾ കയ്യിലേന്തിയിട്ട് ഹോസാന, ദാവീദിന്റെ പുത്രൻ ഹോസാന എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ഉച്ചത്തിലെ ജൈവിളികളോടുകൂടിയിട്ട് പാടി മുൻപോട്ട് പോവുകയാണ്. പള്ളിയുടെ അടുത്തെത്താനായി കഴിഞ്ഞപ്പോൾ കഴുതയുടെ വീടെത്തി. കഴുത ഷമ്മാസനെയും കൊണ്ട് ഈ കഴുതയുടെ തൊഴുത്തിലേക്ക് തന്നെ പോയി. പ്രിയമുള്ളവരെ, നമ്മുടേത് ചിരിച്ചു തള്ളുന്ന വലിയൊരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഷമ്മാസൻ പെട്ടെന്ന് തന്നെ വികാരിയച്ഛൻ്റെ മുഖം മാറുന്നത് കണ്ട് കഴുതപ്പുറത്ത് നിന്നിറങ്ങിയിട്ട് വിനീതനായിട്ട് ദേവാലയത്തിലേക്ക് നടന്നു കയറി. ഞാനത് പറയുവാനായിട്ടുള്ള വലിയൊരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങാടിയിലൂടെയും അതുപോലെ തന്നെ ദേവാലയങ്ങളിലൂടെയും ഒക്കെ ക്രിസ്തുവിനെ ചുമന്നുകൊണ്ട് നടക്കുവാനായിട്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന് വലിയ തീക്ഷ്ണതയാണ്. നമ്മളത് എങ്ങനെ വേണമെങ്കിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വേണമെങ്കിലും ഒക്കെ ചെയ്യുവാനായിട്ട് തയ്യാറാണ്. എന്നാൽ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പോകേണ്ട തൊഴുത്തായി എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനായിട്ട് തയ്യാറാകുമ്പോൾ നാം ഒക്കെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാറില്ലേ പല സന്ദർഭങ്ങളിലും? ക്രിസ്തു കടന്നു വരേണ്ട തൊഴുത്തായി എൻ്റെ ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിന് പലപ്പോഴും കയറി വരുവാനായിട്ട് ഞാൻ അവസരം കൊടുക്കാതെ ഞാൻ ഈ ദേവാലയങ്ങളിലേക്കും ഞാൻ ഈ അങ്ങാടിയിലേക്കും ഒക്കെ ക്രിസ്തുവിനെ വഹിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിനൊന്നും യഥാർത്ഥമായിട്ടുള്ള ഒരു അർത്ഥം ലഭിക്കുകയില്ല. ക്രിസ്തു നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഹോസാന പാടിക്കൊണ്ട് കയറി വന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനൊക്കെ നിറവുണ്ടാവുകയുള്ളൂ. ജീവിതത്തിന് ക്രിസ്തു നിറഞ്ഞു കഴിയുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ പ്രിയമുള്ളവരെ, ഇന്ന് നാം ആയിരിക്കുന്നതിൽ നിന്നും ഒരുപടി കൂടി ഉയർന്നിട്ട് ജീവിതത്തിലെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന, ക്രിസ്തുവിനെ വഹിക്കുന്ന ജീവിതങ്ങളായിട്ട് മാറും. ഈ ക്രിസ്തുവിനെ വഹിക്കുന്ന ജീവിതങ്ങളായിട്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതങ്ങൾ മാറിക്കഴിഞ്ഞാൽ
എന്താണ് ആദ്യം സംഭവിക്കുന്നത് എന്നും ഇന്നത്തെ സുവിശേഷം വളരെ മനോഹരമായിട്ട് നമ്മുടെ മുൻപിൽ വിവരിക്കുന്നുണ്ട്. യേശു ദേവാലയത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ആദ്യമേ ചെയ്തത് അവിടെ ക്രയവിക്രയം ചെയ്തിരുന്നവരെ അടിച്ച് പുറത്താക്കുകയാണ് ചെയ്തിരുന്നത്. ഇന്ന് നാമും അതുപോലെ നാം ഉൾപ്പെടുന്ന സമൂഹവും ഒക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയമാകുന്ന തൊഴുത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോകാതെ അങ്ങാടിയിലേക്കും ദേവാലയങ്ങളിലേക്കും ഒക്കെ ക്രിസ്തുവിനെ ചുമക്കുന്നത് എന്നുള്ള വലിയൊരു ചോദ്യത്തിന് ഉത്തരം ഇതാണ് പ്രിയമുള്ളവരെ. ക്രിസ്തു എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതങ്ങളിലേക്ക് ഓസാന ജൈവിളികളോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ അടിച്ചു നിരത്തുകയായിരിക്കും. അവൻ നമ്മുടെ ജീവിതങ്ങളെ അടിച്ചു നിരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വേദനാജനകമായ ഒരു പ്രോസസ്സാണ്. നമ്മുടെ ജീവിതത്തിന്റെ തിന്മയുടെ ചെയ്തികളെയെല്ലാം ഒഴിഞ്ഞു മാറ്റിയിട്ട് വിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ആർജിച്ചെടുക്കുക എന്നുള്ള പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വിശുദ്ധി അണിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിലൂടെ കടന്നു പോകുന്നവന് മാത്രമേ യഥാർത്ഥത്തിന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് യേശുവിന് ജൈവിളികളും ഓസാനകളും മുഴക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ഓസാന നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇത് തന്നെ ആയിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് ക്രിസ്തുവിനെ ആവഹിക്കുവാനായിട്ട്, ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട്, ജൈവിളികളോടുകൂടെ ക്രിസ്തുവിനെ വരവേൽക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അവസരവും ഏറ്റവും വലിയ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അവസരമായിട്ട് നമ്മുടെ ഈ ഓസാനകൾ മാറണം പ്രിയമുള്ളവരെ. എങ്കിൽ മാത്രമേ തുടർന്നു വരുന്ന യേശുവിന്റെ പീഡാനുഭവ ചരിത്രം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചരിത്രങ്ങളായിട്ട് സുവർണ്ണ ലിപികളിലെ ഹൃദയഫലകങ്ങളിൽ എഴുതപ്പെടുകയുള്ളൂ പ്രിയമുള്ളവരെ. അപ്പോൾ ഇന്നത്തെ ഈ ഓസാന ഞായർ നമുക്ക് ആഘോഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ക്രിസ്തുവേ എന്നെ രക്ഷിക്കണമേ എന്നുള്ള വലിയ ജൈവിളികള് നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നിന്ന് ഉയരണം. ക്രിസ്തുവേ എന്നെ രക്ഷിക്കണമേ എന്നുള്ള ജൈവിളികള് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ ഒരിക്കലും യേശു നമ്മെ ഉപേക്ഷിക്കുകയില്ല. ജീവിതങ്ങള് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ വേദികകളായിട്ട് പരിണമിക്കപ്പെടും. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ കാര്യം, കഴുത ജന്മങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ഒഴിവാക്കരുത്, തള്ളിക്കളയരുത്. കാരണം ക്രിസ്തുവിനെ വഹിക്കുന്ന ഉപകരണങ്ങളായിരിക്കാം ഒരുപക്ഷെ അവര്. ക്രിസ്തുവിനെ വഹിക്കുന്ന ഉപകരണങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങളായിട്ടുള്ളവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന്, ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന്, ഞാൻ എൻ്റെ സമൂഹത്തിൽ നിന്ന് തള്ളിക്കളയുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ തന്നെയാണ് തള്ളിക്കളയുന്നത്. വീണ്ടും കഴുത ജന്മങ്ങളായിട്ട് എന്റെ ജീവിതങ്ങൾ സമൂഹത്തിന് മുൻപിൽ അവഗണിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ക്രിസ്തുവിനെ വഹിക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മുന്നോട്ടിറങ്ങുക. അവിടെ എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, ജീവിതത്തിന് മാന്യത കൈവരും, ജീവിതത്തിന് സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് വഹിക്കുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയങ്ങൾ വിശുദ്ധീകരണത്തിന്റെ വേദികകളായിട്ട് പരിണമിക്കപ്പെടുന്നത്. വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതങ്ങളിലെ ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇതിനുള്ള വലിയൊരു അവസരവും വലിയൊരു പ്രചോദനവുമായി തീരട്ടെ. നമ്മുടെ ഈ ഓസാന ഞായർ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ പീഡാനുഭവ രഹസ്യത്തിൽ പങ്കുചേരുവാൻ തക്കവിധം ഈ ഓസാന ഞായർ നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സന്തോഷത്തോടും കൂടെ നിന്ന് വിനീതനായ യോസ്ലേമിൽ പ്രവേശിയായി ധ്യാനിച്ചുകൊണ്ട് ഓശാന പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് ഏറ്റുപറയാം. സകല ജനപദങ്ങളും മിശിഹായ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുവാനും ഏറ്റുപറയാനും ഇടയാക്കുന്ന കർത്താവേ, ഭൂമിയിൽ മിശിഹായ്ക്ക് സ്തുതികൾ ആലപിക്കുന്ന ഞങ്ങളെ സ്വർഗ്ഗത്തിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ,
മിശിയ പോലെ വിനയത്തോടും എളിമയോടും കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, എബ്രായ വേദങ്ങളുടെ സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച അവരെ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റിയ കർത്താവേ, സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് ഒന്നാമൻ മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷ പിതാവുമായ മാർ കുര്യാക്കോസ് മെത്രാപ്പോലീത്തായെയും അവരുടെ സഹശുശ്രൂഷകരെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവേ, സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും നമ്മുടെ വിശുദ്ധവാര തിരുക്രമങ്ങളെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവും രാജാവുമായ മിശിഹായെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുചേരുവാൻ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂമിയിൽ അങ്ങേക്ക് അവസാന ഗീതങ്ങൾ ആലപിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ മഹത്വത്തിൽ പ്രവേശിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും.
ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമോർത്തീരാ പാവനമീ ബലിയില്ലേ സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിദിനോർത്തിടാ ൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു ബുദ്ധിതരായിടുവാ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമ്പോൾ ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവ് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു.
മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സകലാത്മാവ് ചെയ്തായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമോചിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമീപനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാകുന്ന വിരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും മറിച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കുറഞ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും യഥാർത്ഥത്തോടും ശുദ്ധിയോടും കൂടെ നിന്ന് കർത്താവിനെ നന്ദി പറയുകയോട് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്നും ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂടാശ്രയപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാതൃത്വം വഴി മാതൃമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സർവ്വത്തിലേക്ക് എത്തി ശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം. സമാധാനം നമ്മളുടെ കൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സുഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്നും കൃതജ്ഞതയും
എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും സ്ത്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. മാലാഖമാർ പാടി സ്വർഗീയ സംഗീതനം ക്രോവിസാപ്പന്മാരും സ്വർഗ സൈന്യങ്ങളും ഉയരത്തിലാകാനമേറ്റു പാടി കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണം ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി